കഥയെ ആരംഭിക്കുന്നത് ജെറി മഗ്വയറിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഫീൽഡിലെ യുവപ്രതിഭകൾക്കായി പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ സ്പോർട്സ് ഏജന്റാണ് ജെറി മഗ്വയർ. കായിക രംഗത്തെ വളർന്നുവരുന്ന താരങ്ങളെ പരിശീലിപ്പിക്കുകയും ഭാവിയിൽ അവരെ പ്രശസ്തരും സമ്പന്നരുമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന അണിയറയിലെ അദൃശ്യകരം എന്നൊക്കെ അദ്ദേഹത്തെ വേണമെങ്കിൽ വിളിക്കാം. മുൻനിര സ്പോർട്സ് സ്ഥാപനങ്ങളിൽ ഒന്നായ SMI അഥവാ സ്പോർട്സ് മാനേജ്മെന്റ് ഇന്റർനാഷണൽ എന്ന കമ്പനിയിലായിരുന്നു ജെറി ജോലി ചെയ്തിരുന്നത്. സ്ഥാപനത്തിലെ ഏറ്റവും മികച്ച ജീവനക്കാരിൽ ഒരാളെന്ന നിലയിൽ വിജയപരാജയങ്ങളെ ഒരുപോലെ കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹം തന്റെ താരങ്ങളെ വിവാദങ്ങളിൽ നിന്നും കേസുകളിൽ നിന്നും സംരക്ഷിക്കാൻ രാപ്പകൽ അധ്വാനിച്ചിരുന്നു. ദിവസവും നൂറുകണക്കിന് ഫോൺ കോളുകൾ സ്വീകരിച്ചും മണിക്കൂറിൽ ഡസൻ കണക്കിന് ക്ലയന്റുകളെ പരിചരിച്ചും അദ്ദേഹം എപ്പോഴും തിരക്കിലുമായിരുന്നു. പക്ഷേ എന്നാൽ ഒരു ദിനം അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചു. ഒരു മത്സരത്തിനിടെ അദ്ദേഹത്തിന്റെ ഒരു ക്ലയന്റിന് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു. ആശുപത്രിയിൽ ആ കളിക്കാരന്റെ കട്ടിലിനരികിൽ ജെറിയും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അബോധാവസ്ഥയ്ക്ക് സമാനമായ ആ സാഹചര്യത്തിലും തന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ബോണസിനെക്കുറിച്ചും മാത്രമാണ് ആ താരം സംസാരിച്ചിരുന്നത്. തന്റെ പിതാവിന്റെ അവസ്ഥ കണ്ട് ആ താരത്തിന്റെ മകൻ ഏജന്റായ ജെറിയെ നോക്കി. ആശുപത്രിയുടെ ഇടനാഴിയിൽ വെച്ച് യാത്ര പറയുമ്പോൾ പിതാവിന്റെ ആരോഗ്യത്തിൽ ആശങ്കാകുലനായ ആ മകൻ അദ്ദേഹത്തിന് കുറച്ച് വിശ്രമം നൽകണം എന്ന് ജെറിയോട് അഭ്യർത്ഥിച്ചു. പക്ഷേ ഇത് തുടർച്ചയായ 4ാമത്തെ പരിക്കാണെന്നും അവന്റെ അച്ഛന് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞ് ജെറി ആ അഭ്യർത്ഥന തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. അതോടെ നിരാശനായ ആ പയ്യൻ ജെറിയെ ശപിച്ചായിരുന്നു അവിടെ നിന്ന് പോയത്. ആ കുട്ടിയുടെ ശാപവാക്കുകൾ ജെറിയെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി താൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഓരോന്നായി അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് വന്നു. സ്വന്തം ലാഭത്തിനായി ക്ലയന്റുകളെ ഉപയോഗിക്കുന്നതും അവരോടുള്ള കരുണയില്ലാത്ത പെരുമാറ്റവും വെറും ചൂഷണവും അദ്ദേഹത്തെ മടുപ്പിച്ചിരുന്നു. തന്റെ തൊഴിലിനോട് തന്നെ അദ്ദേഹത്തിന് ആ നിമിഷം വെറുപ്പ് തോന്നി. വ്യക്തിപരമായ പ്രതിസന്ധിക്കിടയിൽ അദ്ദേഹത്തിന് ഒരു ആശയം ഉദിച്ചു. അത് അദ്ദേഹം എഴുതാൻ ആരംഭിച്ചു. തന്റെ ബിസിനസിന്റെ ഭാവിയെക്കുറിച്ചും പണത്തേക്കാൾ ഉപരിയായി ഉപഭോക്താക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട രീതിയെക്കുറിച്ചും അദ്ദേഹം എഴുതി. കുറഞ്ഞ ക്ലയന്റുകളെ മാത്രം എടുക്കുക, കുറഞ്ഞ ലാഭം ലക്ഷ്യം വെക്കുക, എന്നാൽ അവരുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുക എന്നിവയായിരുന്നു ജെറി എഴുതിയുണ്ടാക്കിയ ആ പുതിയ ഫോമിലെ നിർദ്ദേശങ്ങൾ. ഉടൻ തന്നെ ജെറി ആ നിമിഷത്തെ ആവേശത്തിൽ പുറത്തേക്കൂടി. മഴ പെയ്യുന്നുണ്ടായിരുന്നു. എഴുതിയുണ്ടാക്കിയ ആശയത്തിന്റെ 110ലധികം കോപ്പികൾ ജെറി ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. നമ്മൾ ചിന്തിക്കുന്ന എന്നാൽ ഒരിക്കലും പറയാത്ത കാര്യങ്ങൾ എന്ന അദ്ദേഹം അതിന് പേരിട്ടു. തന്റെ സഹപ്രവർത്തകരുടെ ലോക്കറിൽ ആ കയ്യെഴുത്തു പ്രതികൾ നിക്ഷേപിച്ച ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. എങ്കിലും അടുത്ത ദിവസം ജെറിക്ക് വല്ലാത്ത പരിഭ്രമവും ഭയവും തോന്നി. എടുത്ത തീരുമാനത്തിൽ നിന്ന് ഇനി പിന്നോട്ട് പോവാൻ കഴിയില്ല. കയ്യെഴുത്തു പ്രതി ഇതിനോടകം ഓഫീസിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കും. ഓഫീസിൽ ചെല്ലുമ്പോൾ എന്താകും ഉണ്ടാവുക എന്നറിയില്ല. എന്തായാലും വിധി അംഗീകരിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും ജെറിക്ക് മുന്നിലില്ല. ലിഫ്റ്റിൽ നിന്നിറങ്ങുമ്പോൾ അല്പം മടിച്ചെങ്കിലും ജെറി ഓഫീസിലേക്ക് തന്നെ നടന്നു. ഓഫീസിലെത്തിയപ്പോൾ സഹപ്രവർത്തകരൊക്കെ ജെറിയെ അഭിനന്ദിക്കുകയാണ്, ജെറിയെ പ്രശംസിക്കുകയാണ്. ജെറിയുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത കണ്ടായിരുന്നു അവരുടെയൊക്കെ അഭിനന്ദനം അറിയിക്കലും മറ്റും. ശരിയായ കാര്യത്തിനു വേണ്ടി ശബ്ദമുയർത്തിയതിന് എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. ജെറി അതോടെ തന്റെ പുതിയ ജീവിതം ദുഃഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് സന്തോഷത്തോടെ ആരംഭിക്കുകയാണ്. പക്ഷേ ഈ പ്രവൃത്തിയിലൂടെ മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ കണ്ണിലെ കരടായി താൻ മാറിയെന്നും അവർ തന്നെ പുറത്താക്കാൻ അവസരം കാത്തിരിക്കുകയാണെന്നും ജെറി അറിഞ്ഞിരുന്നേയില്ല. അംഗീകാരങ്ങൾ ലഭിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോക്ക് പരസ്യങ്ങളുടെ ചുമതലയുള്ള ബോബി ഫാലനോടൊപ്പം ജെറിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ സാധിച്ചു. ജെറിയുടെ കമ്പനിയിലെ അക്കൗണ്ടന്റായ ഡൊറോത്തിയും തന്റെ മകനോടൊപ്പം അതേ വിമാനത്തിലുണ്ടായിരുന്നു. ജെറിയും ബോബിയും ജെറിയുടെ പ്രതിശ്രുത വധുവിനെക്കുറിച്ചും മറ്റും വിമാനത്തിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഡൊറോത്തി അപ്പോൾ അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. ജെറി എങ്ങനെയാണ് ആ പെൺകുട്ടിയോട് വിവാഹാഭ്യർത്ഥന നടത്തിയത് എന്ന് ബോബി ചോദിച്ചപ്പോ ഡൊറോത്തി അത് കൂടുതൽ ശ്രദ്ധിച്ചു. ജെറി പറഞ്ഞു, ആദ്യം എനിക്ക് വല്ലാതെ പരിഭ്രമമായിരുന്നു. മോതിരം പോക്കറ്റിൽ വെച്ച് തന്നെ ആ പദ്ധതി ഉപേക്ഷിച്ചാലോ എന്നുവരെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ വിവാഹാഭ്യർത്ഥന നടക്കുമെന്ന് കരുതി ജെറി തന്നെ തന്റെ അസിസ്റ്റന്റിനെ വെച്ച് ഒരു ബാൻഡ് സംഘത്തെ ഏർപ്പാടാക്കിയിരുന്നു. ജെറി മടിച്ചു നിന്ന് പ്രപ്പോസലിൽ നിന്ന് പിന്മാറാമെന്ന് ചിന്തിച്ചു നിന്ന ആ നിമിഷത്തിൽ ബാൻഡ് സംഘം ഹിയർ കംസ് ദ ബ്രൈഡ് എന്ന ഗാനം അങ്ങാലപിച്ചു. ആ നിമിഷം അവിടെയുള്ള എല്ലാവരും അത്ഭുതത്തോടെ അവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ളവരുടെ ശ്രദ്ധയും ആ നിമിഷത്തിന്റെ പ്രത്യേകതയും കണ്ടപ്പോ മറ്റു വഴികളൊന്നും കാണാതെ ജെറി മുട്ടുകുത്തി നിന്ന് തന്റെ കാമുകിക്ക് മുമ്പിൽ വിവാഹാഭ്യർത്ഥന നടത്തി. അവൾ അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയായിരുന്നു ജെറിയുടെ ജീവിതത്തിലേക്ക് കാമുകി ഫിയാൻസിയായി കടന്നെത്തുന്നത്. ഒക്കെ കേട്ട് ഡൊറോത്തിക്ക് ജെറിയുടെ ജീവിതത്തോട് അസൂയ തോന്നുക പോലും ചെയ്തു.
വിമാനത്തിൽ നിന്നിറങ്ങിയ ശേഷം ഡൊറോത്തി തന്റെ മകൻ റേയെത്തിരണെങ്കിലും കണ്ടെത്താനായില്ല. അവൾ പരിഭ്രാന്തിയായി നിൽക്കുമ്പോൾ ജെറി അവളുടെ അരികിലേക്ക് എത്തി കാര്യമന്വേഷിച്ച് സഹായം വാഗ്ദാനം ചെയ്തു. ലഗേജ് വരുന്ന കൺവെയർ ബെൽറ്റിന് പിന്നിൽ റേ കളിക്കുന്നത് ഒടുവിൽ ജെറി കണ്ടെത്തി. മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഡൊറോത്തി ജെറിയോട് നന്ദി അറിയിച്ചു. താൻ അതേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെന്നും ജെറിയുടെ കയ്യെഴുത്ത് പ്രതി വായിച്ച താൻ വല്ലാതെ സ്വാധീനിക്കപ്പെട്ടുവെന്നും ഇൻസ്പയർഡ് ആയെന്നും മറ്റും അവൾ ജെറിയോടായി പറഞ്ഞു. താൻ അവളെ ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ജെറിയും പറഞ്ഞു. നിലവിലെ വ്യവസ്ഥതയും കാര്യങ്ങളുമൊക്കെ മാറ്റാനുള്ള ജെറിയുടെ മനസ്സിനെയും പ്രവർത്തനങ്ങളെയും അവൾ അഭിനന്ദിച്ചു. തന്റെ കയ്യെഴുത്ത് പ്രതി അത്രയധികം ആളുകളെ സ്വാധീനിച്ചതിൽ ജെറിക്ക് വല്ലാതെ സന്തോഷം തോന്നാതിരുന്നില്ല. ജെറി ഡൊറോത്തിക്കും മകനും ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ലിഫ്റ്റ് വാഗ്ദാനം ചെയ്തെങ്കിലും അപ്പോഴേക്കും ഡൊറോത്തിയുടെ സഹോദരി എത്തിക്കഴിഞ്ഞിരുന്നു. അതിനാൽ അവർ യാത്ര പറഞ്ഞു പിരിഞ്ഞു. പിന്നീട് തന്റെ പ്രതിശ്രുത വധുവിന്റെ വീട്ടിലേക്കായിരുന്നു ജെറി പോയത്. ഒന്നിച്ച് കുറേയധികം സമയം അവർ ചിലവഴിച്ചു. ആ സമയത്ത് ഫിയാൻസി ജെറിയോട് പറഞ്ഞു അടുത്ത ദിവസം വേഡ് കുക്സിയുടെ വിരുന്നിന് പോകണമെന്ന്. ജെറിക്കായി ഒരു സർപ്രൈസ് ബാച്ചിലർ പാർട്ടി അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ജെറി അവിടെ എത്തി സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിച്ചു. പാർട്ടിക്ക് ശേഷം ഓഫീസിൽ തിരിച്ചെത്തിയ ജെറി തന്റെ ക്ലയന്റായ റോഡിന്റെ ഭാര്യയുമായി കൂടിക്കാഴ്ച നടത്തി. തന്റെ ഭർത്താവിന്റെ ഇമേജിനെ ബാധിക്കുന്ന തരത്തിൽ തരം താഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള ഒരു പരസ്യത്തിൽ അഭിനയിപ്പിച്ചതിന് അവൾ ജെറിയോട് തർക്കിക്കുകയായിരുന്നു. ഇതിനിടയിൽ അങ്ങോട്ടേക്ക് ബോബ് ഷുഗർ എന്ന പേരുള്ള മറ്റൊരു കമ്പനി സ്റ്റാഫ് കടന്നു വന്നു. ബോബ് ഷുഗറിനെ ജെറി ആ ലേഡിക്ക് മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു. ബോബ് ഷുഗറും ഒരു ഏജന്റാണ്. ബോബ് ഷുഗർ ഒരു കാര്യം പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങിയ ശേഷം ആ ലേഡി ജെറിയോട് തുടർന്നു. റോഡിന് വലിയ ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ വേണമെന്ന് അവൾ വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജെറി നേരെ പോയത് ബോബ് വിളിച്ചിരുന്ന റെസ്റ്റോറന്റിലേക്കാണ്. വലിയ തിരക്കുള്ള ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു അത്. അവിടെ വെച്ച് ബോബ് ഷുഗർ ജെറിയോട് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം അറിയിച്ചു. ജെറിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. തിരക്കുള്ള റെസ്റ്റോറന്റിൽ വെച്ച് ഇത് പറഞ്ഞാൽ ജെറി പ്രശ്നമുണ്ടാക്കില്ലെന്നായിരുന്നു ബോബ് ചിന്തിച്ചത്. ജെറിയുടെ കയ്യെഴുത്ത് പ്രതിയാണ് ഇതിന് കാരണമായതെന്നും ബോബ് ജെറിയോട് പറഞ്ഞു. ബോബിനെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നത് ജെറിയായിരുന്നു. ബോബിനെ വഞ്ചകനെന്ന് വിളിച്ച് ദേഷ്യത്തിൽ അവനെ ശപിച്ചുകൊണ്ട് ജെറി എഴുന്നേറ്റു. പിന്നാലെ ആ നിമിഷത്തെ ദേഷ്യത്തിൽ ബോബിനോട് അവൻ വിളിച്ചു പറഞ്ഞു എന്റെ കൂടെയുള്ള ക്ലയന്റുകളെ കമ്പനിയിൽ നിന്ന് ഞാൻ എന്റെ കൂടെ തന്നെ കൊണ്ടുപോകും. ഉടൻ തന്നെ ഓഫീസിലേക്ക് മടങ്ങിയെത്തി ജെറി തന്റെ എല്ലാ ക്ലയന്റുകളെയും വിളിച്ച് താൻ കമ്പനി വിട്ടിറങ്ങുകയാണെന്നും തന്റെ കൂടെ നിൽക്കണമെന്നും അഭ്യർത്ഥിച്ചു. പക്ഷേ പലരും ജെറിയെ കൈവിട്ടിരുന്നു. ഭൂരിഭാഗവും കമ്പനിയുടെ കൂടെ നിൽക്കാനാണ് താല്പര്യം കാണിച്ചത്. ഒടുവിൽ റോഡ് മാത്രമായിരുന്നു ജെറിയുടെ കൂടെ നിന്നത്. തന്റെ സാധനങ്ങളും എടുത്ത് ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ജെറി തന്റെ സഹപ്രവർത്തകരോടായി വിളിച്ചു പറഞ്ഞു താൻ പുതിയ കമ്പനി തുടങ്ങുകയാണ്. ആരെങ്കിലും എന്റെ കൂടെ വരുന്നുണ്ടോ? ദീർഘകാലം ഒപ്പം ജോലി ചെയ്ത സുഹൃത്ത് വെന്റി പോലും ജെറിയുടെ ഓഫർ നിരസിച്ചു. ആരും തന്നെ ജെറിയുടെ കൂടെ കമ്പനി വിട്ടിറങ്ങാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആരും പ്രതീക്ഷിക്കാതിരുന്ന ഡൊറോത്തി ജെറിക്കൊപ്പം പോവാൻ തയ്യാറായി. തന്നെയെന്നും അത്ഭുതപ്പെടുത്തിയിരുന്ന ജെറിയെ സഹായിക്കാൻ അവൾ ഉറച്ച തീരുമാനമങ്ങെടുക്കുകയായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ രണ്ടുപേരും ആ കമ്പനിയുടെ പടിയിറങ്ങി. ഇരുവരും ലിഫ്റ്റിൽ കയറി. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ജെറിക്ക് വല്ല പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ലിഫ്റ്റിലേക്ക് ഒരു മൂകദമ്പതികൾ കയറി വന്നത്. അവർ ലിഫ്റ്റിൽ വെച്ച് ചുംബിക്കുകയും ആംഗ്യഭാഷയിൽ എന്തോ സംസാരിക്കുകയും ചെയ്തു. അവരെന്താ സംസാരിച്ചതെന്ന് ജെറി അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയം അത് മനസ്സിലായിരുന്ന ഡൊറോത്തി പറഞ്ഞു യു കംപ്ലീറ്റ് മീ, നീ എന്നെ പൂർണ്ണനാക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത്. അവൾക്ക് ആംഗ്യഭാഷയൊക്കെ അറിയാമല്ലോ എന്നോർത്ത് ജെറി അത്ഭുതപ്പെട്ടു. അന്ന് വൈകിട്ട് വീട്ടിലെത്തിയ ഡൊറോത്തിയെ അവളുടെ സഹോദരി ലോറൽ വലിയ തോതിൽ ശാസിച്ചു. ഒരു സിംഗിൾ പാരന്റായ ഡൊറോത്തി സുരക്ഷിതമായ ജോലി ഉപേക്ഷിച്ചത് വിഡ്ഢിത്തമായി പോയി എന്ന് ലോറൽ പറഞ്ഞു. എന്നാൽ താനെടുത്ത തീരുമാനത്തിൽ ഡൊറോത്തിക്ക് തെല്ലും ദുഃഖമുണ്ടായിരുന്നില്ല. പ്രതീക്ഷകൾ മാത്രമായിരുന്നു അവൾ വെച്ചു പുലർത്തിയത്. ജെറിയുടെ ജോലി പോയ വിവരം ജെറിയുടെ ഫിയാൻസിയും അറിഞ്ഞു. ഹൗസ് കോളുകളുടെ രാജാവെന്ന് വിളിച്ച് ജെറിയുടെ വധു ജെറിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ടെക്സാസിലേക്ക് പോവാനായിരുന്നു അവൾ അവനെ ഉപദേശിച്ചത്. ജെറിയുടെ കയ്യിൽ ഒരു സൂപ്പർ സ്റ്റാർ പ്ലെയർ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ തനിയെ അതിനു പുറകെ വന്നു ചേർന്നുകൊള്ളും എന്നവൾ പറഞ്ഞു. ആത്മവിശ്വാസം വീണ്ടെടുത്ത ജെറി ആ നിർദ്ദേശം സ്വീകരിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ ജെറി തന്റെ ക്ലയന്റായ കുഷ്യന്റെ വീട്ടിലെത്തി. ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം അദ്ദേഹം കുഷ്യന്റെ അച്ഛനെ സമീപിച്ചു. ആ സമയം അദ്ദേഹം മദ്യപിക്കുകയായിരുന്നു. അദ്ദേഹം ജെറിക്കും ഒരു ഡ്രിങ്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ ജെറി നേരിട്ട് കാര്യത്തിലേക്ക് കടന്നു. എന്നെ തന്നെ ഇനിയും ഏജന്റായി തുടരാൻ അനുവദിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ജെറിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജെറി നേരിട്ട് വരികയാണെങ്കിൽ ജെറിയെ തന്നെ ഏജന്റായി നിലനിർത്താനായിരുന്നു തങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്ന് പിതാവ് പറഞ്ഞു. അത് കേട്ട ആവേശത്തിൽ ജെറി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ബഹളം
കേട്ട് കുഷും സഹോദരനും മുറിയിൽ നിന്നിറങ്ങി വന്നു. ജെറി അവരെയും സ്നേഹത്തോടെ ആശ്ലേഷിച്ചു. കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തില്ലെങ്കിലും കുഷിനെ ഡെൻവർ ടീമിൽ കളിപ്പിക്കാമെങ്കിൽ തങ്ങൾ ജെറിക്കൊപ്പം നിൽക്കുമെന്ന് കുഷിന്റെ അച്ഛൻ ഉറപ്പു പറഞ്ഞു. ജെറി അദ്ദേഹത്തിന് കൈകൊടുത്ത് തന്റെ 100% താൻ പരിശ്രമിക്കും എന്ന് വാഗ്ദാനം ചെയ്തു. തിരികെ കാറോടിച്ചു പോകുമ്പോൾ റേഡിയോയിലെ പാട്ടിനൊപ്പം ആവേശത്തോടെ പാടിക്കൊണ്ട് ജെറി തന്റെ തിരിച്ചുവരവ് ആഘോഷിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ഡൊറോത്തിയെ വിളിച്ച് കാര്യങ്ങൾ അനുകൂലമായ വിവരമറിയിച്ചു. തങ്ങളുടെ ഭാവി ഇനി തിളക്കമുള്ളതായിരിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അടുത്ത ദിവസം ജെറി തന്റെ ക്ലയന്റായ റോഡുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഡൊറോത്തിയും മകൻ റേയും ജെറിക്കൊപ്പം കാറിലുണ്ടായിരുന്നു. റോഡിനെ കാണാനായി ജെറിയെ എയർപോർട്ടിൽ വിടാൻ വന്നതായിരുന്നു അവർ. യാത്രാമധ്യേ റേ തനിക്കറിയാവുന്ന രസകരമായ ചില കാര്യങ്ങൾ ജെറിയുമായി പങ്കുവെച്ചു. സന്തോഷം നിറഞ്ഞ കുറെ നിമിഷങ്ങളായിരുന്നു അത്. വിമാനത്താവളത്തിലെത്തി ജെറി പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ ഡൊറോത്തിയും റേയും ജെറിക്കെല്ലാ വിജയാശംസകളും നേർന്നു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോ മറ്റൊരു കുടുംബം അവിടെ യാത്രയയപ്പ് നൽകുന്ന കാഴ്ച കണ്ട് അവരുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. റേയ്ക്ക് ഒരു പിതാവില്ലാത്തതിൽ ഡൊറോത്തിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. എയർപോർട്ടിനകത്തേക്കെത്തി ജെറി റോഡിനെ കണ്ടു. ഹസ്തദാനം ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന കുഷിനെ ജെറി നോക്കിക്കണ്ടു. മാധ്യമപ്രവർത്തകരാൽ കുഷ് ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. ജെറി അതിനിടയിലെ കൂടി താനാണ് കുഷിന്റെ ഏജന്റ് എന്ന് അവകാശപ്പെട്ട് ജെറി അവനെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. റോഡിന് ഇതൊക്കെ കണ്ട് നിരാശ തോന്നുന്നുണ്ടായിരുന്നു. റോഡ് അവിടെ എത്തിയപ്പോൾ ആരും അവനെ ശ്രദ്ധിച്ചതേയില്ല. ജെറി പോലും കുഷിന്റെ പ്രശസ്തിക്ക് പിന്നാലെയായിരുന്നു. കുഷിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷമായിരുന്നു ജെറി ഒടുവിൽ റോഡിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തുന്നത്. താൻ തിരക്കിലായിരുന്നെന്നും ഇനി പൂർണ്ണമായും റോഡിനു വേണ്ടി സമയം ചെലവഴിക്കുമെന്നും ജെറി അവനോടായി പറഞ്ഞു. തന്നെ അത്ര നേരം ജെറി അവഗണിച്ചതിൽ റോഡിന് വല്ലാതെ ദേഷ്യം തോന്നിയിരുന്നു. എങ്കിലും റോഡിനെ ജെറി പ്രധാനപ്പെട്ട വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കൊണ്ടുപോയി. കൂട്ടത്തിൽ റോഡിനെ പ്രോത്സാഹിപ്പിക്കുകയും അവനിൽ ആത്മവിശ്വാസം നിറയ്ക്കുകയും ചെയ്തു. പത്രസമ്മേളനത്തിലും മറ്റും റോഡിന് അർഹമായ പരിഗണന ലഭിച്ചു. അതോടെ റോഡിനും ചെറിയ ആശ്വാസം തോന്നാതിരുന്നില്ല. റോഡ് തന്റെ പ്രകടനത്തിൽ സംതൃപ്തനായിരുന്നെങ്കിലും പെപ്സി, നൈക്കി പോലുള്ള വലിയ ബ്രാൻഡുകളുടെ സ്പോൺസർഷിപ്പ് ലഭിക്കാത്തതിൽ അവന് ദുഃഖമുണ്ടായിരുന്നു. അക്കാര്യം അവൻ ജെറിക്കടുക്കൽ ഉന്നയിച്ചു. പരാതിയായി പറയുകയും ചെയ്തു. എന്നാൽ ഈ സമയം ബോബ് ഷുഗർ അങ്ങോട്ടേക്കെത്തി ജെറിയെ കളിയാക്കി ആംഗ്യം കാണിച്ചു. വേഗത്തിൽ കുഷിനടുത്തേക്ക് പോവാനായിരുന്നു അപ്പോൾ ജെറിക്ക് തോന്നിയത്. ജെറി അതിനായി ശ്രമിച്ചപ്പോൾ റോഡ് പറഞ്ഞു ജെറിക്ക് ജെറിയുടെ കമ്മീഷനിൽ മാത്രമാണ് താല്പര്യം. റോഡിന്റെ പരിഹാസം കേട്ടിട്ടും അവന്റെ വിളികൾ അവഗണിച്ചുകൊണ്ട് ജെറി വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. കുഷിന്റെ അടുത്തേക്കായിരുന്നു ജെറി ചെന്നെത്തിയത്. സാന്റിയാഗോ ടീമിൽ നിന്നുള്ള മികച്ച വാഗ്ദാനങ്ങൾ ജെറി അവന് മുന്നിൽ നിരത്തി. എന്നാൽ കുഷിന്റെ അച്ഛൻ തന്റെ മകൻ ഡെൻവർ ടീമിൽ കളിക്കണമെന്ന ആശയമായിരുന്നു മുന്നോട്ട് വെച്ചത്. സാന്റിയാഗോയുമായുള്ള കരാർ മികച്ചതാണെന്നും അത് സ്വീകരിക്കാനും ജെറി അവരെ നിർബന്ധിച്ചു. ആ സമയം ഫോൺ ബെല്ലടിച്ചപ്പോൾ ഫോൺ എടുത്ത് കുഷിന്റെ ശബ്ദത്തിൽ ജെറി സംസാരിക്കാൻ തുടങ്ങി. മറുതലയ്ക്കൽ ബോബ് ഷുഗർ ആയിരുന്നു. ഫോണിൽ സംസാരിക്കുന്നത് കുഷാണെന്ന് കരുതി ബോബ് തന്റെ ചില രഹസ്യ കരാറുകളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നു. താൻ ബോബുമായി രഹസ്യ കരാറിൽ ഏർപ്പെട്ട വിവരം ജെറി അറിയരുതെന്നും ബോബ് ഓർമ്മിപ്പിച്ചു. ജെറി തന്നെയായിരുന്നു മറുതലയ്ക്കലെന്ന് ബോബ് അറിഞ്ഞതേയില്ല. ഫോൺ വെച്ച ശേഷം ജെറി കുഷിന്റെ പേരിലുള്ള തൊപ്പി ധരിച്ച് ഔദ്യോഗികമായി തങ്ങൾ ഒന്നാണെന്ന് ലോകത്തെ അറിയിക്കാൻ കുഷിന്റെ അച്ഛനോട് എഗ്രിമെന്റിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം എന്തൊക്കെയോ ഒഴിവുകഴിവുകൾ പറഞ്ഞു. ഒടുവിൽ ബോബുമായി കരാർ ഉറപ്പിച്ചോ എന്ന് ജെറി നേരിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതേയെന്ന് പെട്ടെന്ന് മറുപടി പറഞ്ഞു പോയി. ജെറിക്ക് അത് വലിയ ആഘാതമായിരുന്നു. തന്റെ വാക്കിൽ നിന്ന് കുഷിന്റെ അച്ഛൻ ഇങ്ങനെ പിന്മാറുമെന്ന് ജെറി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. തനിക്ക് ഡെൻവറുമായുള്ള കരാർ വാങ്ങിത്തരാൻ കഴിയുമെന്നും കുഷിന്റെ ഭാവിയെക്കുറിച്ചോർത്ത് ആശങ്കയുണ്ട് എന്ന മട്ടിലൊക്കെ പറഞ്ഞ് ജെറി കേണപേക്ഷിച്ചെങ്കിലും എല്ലാം വൈകിപ്പോയിരുന്നു. ബോബ് ജെറിയുടെ സ്ഥാനത്ത് കടന്നു കയറി. ജെറിക്ക് തന്റെ ഏറ്റവും മികച്ച ക്ലയന്റിനെ നഷ്ടപ്പെട്ടു. പിന്നീട് തന്റെ പ്രതിശ്രുത വധുവിനെ വിളിച്ചപ്പോൾ അവളിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു ജെറിക്ക് കേൾക്കാനായത്. ഈ ബിസിനസ്സിൽ വാക്കുകൾക്ക് വിലയില്ലെന്നും കോൺട്രാക്റ്റുകൾക്കും എഗ്രിമെന്റുകൾക്കും മാത്രമാണ് പ്രാധാന്യമെന്നും അതൊന്നും ശ്രദ്ധിക്കാത്ത ജെറി വെറും പരാജയമാണെന്നും അവൾ ക്രൂരമായി പറഞ്ഞു. അവളുടെ പരിഹാസം സഹിക്കവയ്യാതെ ജെറി പ്രതികരിച്ചു. ദേഷ്യം വന്ന അവൾ ജെറിയെ മർദ്ദിക്കുകയും ലോസർ എന്ന് വിളിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജെറി വല്ലാതെ തളർന്നു. അന്ന് രാത്രി എഴുതിയ ആ ഒരു കൈയെഴുത്ത് പ്രതിയാണ് തന്റെ ജീവിതം തകർത്തതെന്ന് ജെറി വിശ്വസിച്ചു. എന്നാൽ ജെറി ഇത്രയും മോശമായ അവസ്ഥയിലായിട്ടും റോഡ് ജെറിയെ കൈവിട്ടിരുന്നില്ല. മറ്റാരും കൂടെയില്ലാത്തപ്പോഴും റോഡ് ജെറിയുടെ കൂടെ നിന്നു. നിരാശനായിരുന്ന ജെറി തന്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ ഡൊറോത്തിയെ ഫോണിൽ വിളിച്ചു. നടന്ന കാര്യങ്ങൾ ഡൊറോത്തിയോട് വിശദീകരിച്ചു. ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്റെ സഹോദരൻ ലോറലിനടുക്കൽ ഡൊറോത്തി ആ കാര്യം പറഞ്ഞു. ജെറി അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ലോറലിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ജെറിയാണ് ഡൊറോത്തിയുടെ ഈ ദയനീയാവസ്ഥയ്ക്ക് കാരണമെന്നായിരുന്നു ലോറൽ വിശ്വസിച്ചിരുന്നത്. കേവലം ജെറിയെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം അവൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ലോറൽ ചോദിച്ചു. പക്ഷേ അവള്
പറഞ്ഞു. ജെറി മറ്റൊരു വിവാഹ നിശ്ചയം കഴിഞ്ഞ വ്യക്തിയാണ്. താൻ വിശ്വസിക്കുന്ന ഒരു ആശയത്തിന്റെ ഭാഗമാകാനാണ് ജെറിയെ താനിപ്പോൾ സഹായിക്കുന്നത്. ഡൊറോത്തി മറുപടി കൊടുത്തു. അല്പസമയത്തിനു ശേഷം വാതിലിൽ മുട്ടുകേട്ട് ലോറൽ ചെന്ന് നോക്കി. സൺഗ്ലാസ് വെച്ച് ജെറി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് വന്ന ജെറി റേയെക്കുറിച്ച് അന്വേഷിച്ചു. റേ ഉറക്കത്തിലാണെന്ന് ഡൊറോത്തി പറഞ്ഞു. ജെറി തന്റെ സൺഗ്ലാസ് മാറ്റിയപ്പോൾ കണ്ണിന് താഴെയുള്ള ചതവ് വെളിപ്പെട്ടു. തന്റെ കാമുകി ഏവരിയുമായുള്ള ബന്ധം തകർന്നുവെന്നും അവളാണ് തനിക്കിത് സമ്മാനിച്ചതെന്നും ജെറി പറഞ്ഞു. ജെറി വീണ്ടും സിംഗിളായി എന്നറിഞ്ഞപ്പോ ഡൊറോത്തിക്ക് സത്യത്തിലുള്ളിൽ സന്തോഷം തോന്നിയിരുന്നു. അവൾ ജെറിക്ക് ഭക്ഷണവും പാനീയങ്ങളും ഒപ്പം മുറിവിൽ പുരട്ടാൻ മരുന്നുമെടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. ലോറലൊക്കെയും നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഡൊറോത്തി അടുത്തു വന്നപ്പോ ലോറൽ പറഞ്ഞു, മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലേക്ക് ചെന്ന് കേറിയേക്കരുത്. ജെറിയെ ഉദ്ദേശിച്ചായിരുന്നു അവൾ പറഞ്ഞത്. എന്നാൽ തന്റെ പ്രായത്തിലുള്ള സ്ത്രീകളെല്ലാം ജീവിതത്തിൽ സ്ഥിരത കണ്ടെത്തുമ്പോൾ താൻ മാത്രം മകനെ വളർത്താൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഡൊറോത്തി സങ്കടത്തോടെ മറുപടി പറഞ്ഞു. ജെറിയുടെ കൂടെ ജീവിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനിടയിൽ അവളുടെ വസ്ത്രത്തിൽ അഴുക്കുപറ്റി. ഒടുവിൽ ലോറൽ തന്നെ വസ്ത്രം മാറ്റാൻ ഡൊറോത്തിയെ സഹായിച്ചു. പിന്നാലെ അവരൊന്നിച്ച് അടുക്കളയിൽ പാചകകാര്യങ്ങളുമായി മുന്നോട്ടു പോയി. മറുവശത്ത് ലിവിംഗ് റൂമിൽ ജെറി തുടരുകയായിരുന്നു. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ റേ അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവരിരുവരും ഇരുന്ന് കുറേയധികം സംസാരിക്കാനും തുടങ്ങി. ഒടുവിൽ ഭക്ഷണവും മറ്റുമായി ലിവിംഗ് റൂമിലേക്ക് വന്ന ഡൊറോത്തി കണ്ടത് ജെറിയും റേയും സന്തോഷത്തോടെ ഇരുന്ന് സംസാരിക്കുന്നതും മറ്റുമായിരുന്നു. ഡൊറോത്തി വരുന്നത് കണ്ടതും റേ തന്റെ മുറിയിലേക്ക് ഓടിപ്പോയി. ഡൊറോത്തി ജെറിക്കരികിലെത്തി സംസാരിക്കാൻ തുടങ്ങി. അവര് മദ്യപിച്ചു. ഡൊറോത്തി ജെറിയുടെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുത്തു. തന്റെ കമ്പനിയുടെ ഭാവിയെപ്പറ്റിയും മറ്റും ജെറിയുടെ സംസാരം നീണ്ടു. ജെറി എഴുതിയ കൈയെഴുത്ത് പ്രതിയിലെ ആശയങ്ങളാണ് തന്നെ വല്ലാതെ സ്വാധീനിച്ചതെന്ന് ഡൊറോത്തി പറഞ്ഞപ്പോ ആ നിമിഷത്തിന്റെ ആവേശത്തിൽ ജെറി തന്റെ അസിസ്റ്റന്റിനെ ചുംബിച്ചു. തൊട്ടു പിന്നാലെ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ടാക്സിയുടെ ഹോൺ മുഴങ്ങിയപ്പോൾ ജെറി യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങിയെത്തി. പെട്ടെന്ന് ഡൊറോത്തിയോട് മാപ്പ് ചോദിച്ച് അവിടെ നിന്നവൻ പുറത്തേക്കിറങ്ങി. അടുത്ത ദിവസം റോഡിനൊരു മികച്ച കരാർ സംഘടിപ്പിക്കാനായി ജെറി തന്റെ പഴയ സുഹൃത്ത് ഡെന്നിസിനെ കാണാൻ പോയി. എന്നാൽ ചർച്ചയ്ക്കായി വരാമെന്നേറ്റ ഡെന്നിസ് ജെറിയെ മണിക്കൂറുകളോളം കാത്തു നിർത്തിച്ചു വഞ്ചിച്ചു. പിറ്റേന്ന് ജെറി അവനെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ റോഡിനേക്കാൾ മികച്ച പ്രകടനവും ഉയരവുമുള്ള കളിക്കാരിയാണ് തനിക്ക് വേണ്ടതെന്ന് ഡെന്നിസ് പരുഷമായങ്ങ് പറഞ്ഞു. റോഡിനെ ഒരു കളിക്കാരനായി അംഗീകരിക്കാൻ പോലും അയാൾ തയ്യാറായില്ല. ഇതോടെ റോഡിന്റെ ഭാവി എങ്ങനെ രക്ഷിക്കുമെന്ന കാര്യത്തിൽ ജെറി വല്ലാതെ കുഴങ്ങി. തുടർന്ന് അദ്ദേഹം റോഡിനെ പൊതു ശൗചാലയത്തിൽ വെച്ച് കാണുകയും കളിയിലുള്ള അവന്റെ മനോഭാവം മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. താനൊരു അത്ലറ്റാണെന്നും വെറുമൊരു പ്രദർശന വസ്തുവല്ലെന്നും തോന്നുന്ന പോലെ അങ്ങനെ കളിക്കാനൊന്നും സാധിക്കില്ല എന്നും പറഞ്ഞ റോഡ് ജെറിയോട് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. തന്റെയും റോഡിന്റെയും ഭാവിക്ക് വേണ്ടി സ്വയം മാറാൻ ജെറി അവനോട് കേണപേക്ഷിച്ചു. എന്നാൽ ജെറിയുടെ ഈ ആകുലത കണ്ട് റോഡ് പൊട്ടിച്ചിരിച്ചു. താൻ ജെറിയെ വെറുതെ കളിപ്പിച്ചതാണെന്നും ജെറിയുടെ കമ്പനിയെ മികച്ച നിലയിലെത്തിക്കാൻ വേണ്ടതെല്ലാം ചെയ്യാൻ താൻ തയ്യാറാണെന്നും റോഡ് ഉറപ്പു നൽകി. ഓഫീസിൽ തിരിച്ചെത്തിയ ജെറിയോട് തങ്ങളുടെ വരുമാനത്തിൽ വന്ന കുറവുകളെ പറ്റിയെല്ലാം ഡൊറോത്തി വിശദീകരിച്ചു പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിലെ ചുംബനത്തെക്കുറിച്ച് ജെറി ആവർത്തിച്ച് മാപ്പ് പറയുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്കായി പോയതിന്റെ വിഷമത്തിൽ മദ്യപിച്ചിരുന്നതുകൊണ്ടുകൂടിയാണ് താൻ അങ്ങനെ ചെയ്തു പോയതെന്നും തന്നോട് ക്ഷമിക്കണമെന്നും ജെറി എടുത്തു പറഞ്ഞു. ജോലിയിൽ മാത്രം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാമെന്നും അവൻ കൂട്ടിച്ചേർത്തിരുന്നു. പക്ഷേ ഡൊറോത്തിക്ക് അതൊക്കെ കേട്ട് നിരാശ തോന്നുകയാണ് ചെയ്തത്. ഡൊറോത്തി മുറിയിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴേക്കും ജെറി പെട്ടെന്ന് അവളെ ഒരു ഡിന്നറിന് ക്ഷണിച്ചു. അന്ന് വൈകിട്ട് ജെറി ഡൊറോത്തിയുടെ വീട്ടിലെത്തി. അവിടെ ആ സമയം സ്ത്രീകളുടെ വലിയൊരു കൂട്ടായ്മ നടക്കുകയായിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ച് അങ്ങോട്ടേക്ക് ഡൊറോത്തി കടന്നു വന്നു. അവളുടെ അസാമാന്യ സൗന്ദര്യം കണ്ട് ജെറി അല്പനേരം നിശബ്ദനായി പോയി. റേ ജെറിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അത് കണ്ടതും ഡൊറോത്തിയുടെ മനസ്സ് തന്നെ അലിഞ്ഞു. റെസ്റ്റോറന്റിൽ വെച്ച് അവർ തങ്ങളുടെ പരാജയപ്പെട്ട മുൻബന്ധങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിച്ചു. തിരികെ വീട്ടിലെത്തിയപ്പോൾ ഡൊറോത്തിയുടെ വീട്ടുവാതിക്കൽ വെച്ച് വികാരാധീനരായി അവരിരുവരും ചുംബിച്ചു. ആ രാത്രി അവർ പൂർണ്ണമായും ഒരുമിച്ച് ചിലവഴിച്ചു. അടുത്ത ദിവസം രാവിലെ താൻ ജെറിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഡൊറോത്തി തന്റെ സഹോദരിയോട് തുറന്നു പറഞ്ഞു. അത്തരമൊരു നല്ല മനുഷ്യനെ വിട്ടുകളയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവൾ എടുത്തു പറഞ്ഞു. ജെറി എന്ന ഡൊറോത്തിയുടെ കവിളിൽ ചുംബിച്ചുകൊണ്ടായിരുന്നു അവിടെ നിന്ന് മടങ്ങിയത്. ആ സഹോദരങ്ങളുടെ സംസാരം ജെറി അന്ന് കേട്ടിരുന്നു. പിന്നീട് ജോലിസ്ഥലത്ത് വെച്ച് ജെറിക്ക് ഒരു പുതിയ ഫാക്സ് ലഭിച്ചു. റോഡിനുള്ള ഒരു കരാറായിരുന്നു ആ ഫാക്സിൽ. പക്ഷേ വളരെ ചെറിയ ശമ്പളമായിരുന്നു ആ കരാറിൽ ഉണ്ടായിരുന്നത്. അത് കണ്ട് റോഡും ഭാര്യയും വല്ലാതെ പ്രകോപിതരായി. നിരാശയാൽ ജെറി തന്റെ തലയിൽ തന്നെ കൈവച്ചുപോയി. ജെറിയേക്കാൾ കഴിവും കാര്യക്ഷമതയുമുള്ള മറ്റൊരു ഏജന്റിനെ കണ്ടെത്തുമെന്ന് റോഡിന്റെ ഭാര്യ ഭീഷണിപ്പെടുത്തി. ഇത് കേട്ടപ്പോൾ ഡൊറോത്തി
ഡൊറോത്തിയുടെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടു. ജെറി എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും സാമ്പത്തികമായി തകർന്നിട്ടും അദ്ദേഹം റോഡിനെ സഹായിക്കുകയാണെന്നും അവൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. റോഡും ഭാര്യയും പണത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന് അവൾ കുറ്റപ്പെടുത്തി. ജെറി എഴുതിയ ആ ഒരു കയ്യെഴുത്ത് പ്രതി ഒരിക്കലെങ്കിലും വായിച്ചു നോക്കാൻ അവൾ റോഡിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ജെറി അവളെ തടയുകയും ആ കയ്യെഴുത്ത് പ്രതി മേശവലിപ്പിൽ ഒളിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ ജെറി പറയുന്നതെന്തും അനുസരിക്കാൻ റോഡ് തയ്യാറായി. ചെറിയ ശമ്പളമാണെങ്കിൽ പോലും അത് ഏറ്റെടുക്കാൻ റോഡ് മനസ്സ് കാണിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാന്റിയാഗോയിലെ ജോലി സ്വീകരിച്ച് അവിടേക്ക് മാറാൻ തീരുമാനിച്ച വിവരം ഡൊറോത്തി ജെറിയെ അറിയിച്ചു. അപ്രതീക്ഷിതമായ ആ ഒരു വാർത്ത കേട്ട് ജെറി ഞെട്ടിപ്പോയിരുന്നു. അവളെ തടയാൻ ജെറി പരമാവധി ശ്രമിച്ചെങ്കിലും അവൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഒരു പരസ്യചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ജെറി റോഡിനോട് ഡൊറോത്തിയെ പോലെയുള്ള ഒറ്റപ്പെട്ട അമ്മമാരെ കുറിച്ച് സംസാരിച്ചു. അവളോട് ഹൃദയം തുറന്ന് സംസാരിക്കാനും അവൾ കൂടെ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും റോഡ് ജെറിയെ ഉപദേശിക്കുകയായിരുന്നു ചെയ്തത്. അവർക്കിടയിലും ഒരു സൗഹൃദം വളരുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഡൊറോത്തിയുടെ സാധനങ്ങൾ ട്രക്കിൽ കയറ്റാൻ ജെറിയും ചാടും അവളെ സഹായിച്ചു. സാന്റിയാഗോയിലേക്ക് പോകുന്നത് നല്ല തീരുമാനമാണെന്ന് ലോറൽ അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. തന്റെയും മകന്റെയും സുരക്ഷിതത്വം നോക്കിയായിരുന്നു അവൾ മറ്റൊരു ജോലിയിലേക്ക് മാറാൻ തീരുമാനിച്ചത്. കൂട്ടത്തിൽ കിട്ടുന്ന തുച്ഛമായ പ്രതിഫലം കൊണ്ട് കമ്പനി മുന്നോട്ടേക്ക് പോവില്ലെന്നും അവൾക്കറിയാമായിരുന്നു. ജെറിയെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് സർവൈവ് ചെയ്യട്ടെ എന്നായിരുന്നു അവൾ കരുതിയത്. യാത്ര പറയാൻ ട്രക്കിലിരുന്ന റേക്കടുത്തേക്ക് ജെറി ചെന്നു. പക്ഷേ അവന്റെ മനസ്സിട ഇനിയൊരിക്കലും ജെറിയെ കാണാൻ കഴിയില്ലെന്ന സങ്കടത്തിലായിരുന്നു റേ അവിടെ ഇരുന്നിരുന്നത്. ആ നിമിഷം ഡൊറോത്തിയെ തടയാൻ ജെറി ഉറപ്പിച്ചു. അവൾക്ക് മുന്നിലെത്തിയ ജെറി പെട്ടെന്ന് അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തി. ഇത് കേട്ട് ഡൊറോത്തി വിശ്വസിക്കാനാവാതെ നിന്നു. തന്റെ സൺഗ്ലാസ് മാറ്റി അവൾ അവനെ നോക്കി. ലോറലും റേയും നോക്കി നിൽക്കെ അവർ പരസ്പരം ചുംബിച്ചു. സന്തോഷം കൊണ്ട് കരഞ്ഞ ഡൊറോത്തി തന്റെ സഹോദരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ജെറി തന്നെ പ്രപ്പോസ് ചെയ്ത കാര്യം അറിയിച്ചു. എന്നാൽ ലോറൽ അപ്പോഴും അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലയായിരുന്നു. അധികം വൈകാതെ ജെറിയും ഡൊറോത്തിയും വിവാഹിതരായി. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ആഘോഷത്തിൽ പങ്കുചേർന്നു. റോഡവർക്കായി ആവേശത്തോടെ പാട്ടുപാടി. പിന്നീട് എല്ലാവരും ഒന്നിച്ച് വിവാഹ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോ റോഡും ഡൊറോത്തിയും ഒരു കാര്യം ശ്രദ്ധിച്ചു. വീഡിയോയിൽ ജെറി പലപ്പോഴും വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. സന്തോഷം പ്രകടിപ്പിക്കാൻ അദ്ദേഹം കൃത്രിമമായി പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നത് പോലെ റോഡ് ജെറിയെ മാറ്റി നിർത്തി ചോദിച്ചു, നീ ശരിക്കും ഹൃദയം തുറന്ന് ഡൊറോത്തിയോട് സംസാരിച്ചോ? എന്നാൽ ജെറി അതിന് വ്യക്തമായ മറുപടി നൽകിയില്ല. വിവാഹത്തിന് തൊട്ടു പിന്നാലെ ജെറി വീണ്ടും ജോലിയിൽ മുഴുകി. റോഡ് മൈതാനത്ത് തന്റെ സർവ്വ കരുത്തും പുറത്തെടുത്ത് കളിച്ചു. പക്ഷേ മാധ്യമങ്ങൾ അവനെ അവഗണിച്ച് മറ്റ് യുവതാരങ്ങളുടെ പിന്നാലെ പോയി. ഈ അവഗണന റോഡിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. കളി കഴിഞ്ഞ് മടങ്ങുമ്പോ റോഡ് ജെറിയോട് അവരുടെ വിവാഹ ജീവിതത്തെപ്പറ്റി ചോദിച്ചു. വിവാഹത്തിന് ശേഷമുള്ള ആദ്യ മാസങ്ങളിൽ അവർ തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ലെന്ന് റോഡിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ജെറി തന്റെ ജോലിയിലെ പരാജയങ്ങളെക്കുറിച്ചുള്ള ഭീതിയിലായിരുന്നു. ഡൊറോത്തിയാകട്ടെ ജെറിയുടെ സ്നേഹത്തിൽ പൂർണ്ണ വിശ്വാസമില്ലാതെ അങ്കലാപ്പിൽ പെട്ടുപോവുകയും ചെയ്തു. അവർ തമ്മിലുള്ള സംസാരം പിന്നാലെ കളിയുടെ കാര്യങ്ങളിലേക്ക് കടന്നു. റോഡിന്റെ പ്രകടനം മോശമാവാനുള്ള കാരണങ്ങൾ ജെറി വ്യക്തമാക്കി. കളിയേക്കാൾ ഉപരിയായി പണത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും മാത്രമാണ് റോഡ് ചിന്തിക്കുന്നതെന്ന് ജെറി പറഞ്ഞു. റോഡ് ഹൃദയം കൊണ്ട് കളിക്കുന്നില്ലെന്നും വെറും സാമ്പത്തിക ലാഭം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ജെറി വാദിച്ചുകൊണ്ടിരുന്നു. ഇത് കേട്ട റോഡ് പ്രകോപിതനായി. ജെറിയുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ അവൻ ബസ്സിൽ കയറിപ്പോയി. ആ രാത്രിക്ക് ശേഷം ഓരോ മത്സരത്തിലും റോഡിനെ പരിക്കേറ്റുകൊണ്ടിരുന്നു. അത് ജെറിയെ കൂടുതൽ ആശങ്കയിലാഴ്ത്തി. മറുഭാഗത്ത് ജെറി തന്നോടൊപ്പം സമയം ചിലവഴിക്കുന്നില്ലെന്നും പഴയതുപോലെ അടുപ്പം കാണിക്കുന്നില്ലെന്നും ആരോപിച്ച് ഡൊറോത്തിയും അസ്വസ്ഥയായിരുന്നു. ഒടുവിൽ അവർ രണ്ടുപേരും പിരിയാനുള്ള തീരുമാനത്തിൽ വരെയെത്തി. ഒരു ദിവസം റോഡും ഭാര്യയും ജെറിയും ഭാര്യയും ഒരു ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് റോഡിന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന അനുഭവപ്പെടുന്നത്. ഏവരും ചേർന്ന് അവളെ ആശുപത്രിയിൽ എത്തിച്ചു. അന്ന് രാത്രി റോഡിന്റെ കുഞ്ഞിനെ കണ്ടതിനെക്കുറിച്ച് ജെറിയോട് സംസാരിക്കാൻ ഡൊറോത്തി അവൻ അരികിലേക്ക് ചെന്നു. എന്നാൽ ജെറിയുടെ ചിന്ത മുഴുവൻ റോഡിന്റെ പരിക്കുകളെപ്പറ്റി തന്നെയായിരുന്നു. റോഡിന്റെ കരിയർ തകരുമോ എന്ന് ജെറി ഭയപ്പെട്ടു. അവരുടെ സംസാരത്തിനിടയിൽ റേ കടന്നു വന്നപ്പോ ജെറി തന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഡൊറോത്തി വീണ്ടും ചോദിച്ചു. എന്നാൽ ജെറി ആ ചോദ്യങ്ങൾ അവഗണിച്ച് റേയോടൊപ്പം കളിക്കാൻ തുടങ്ങി. തകർച്ചയുടെ വക്കിലെത്തിയ തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഡൊറോത്തി ലോറലിന്റെ മടിയിൽ കിടന്നെന്ന് വിങ്ങിക്കരഞ്ഞു. പിറ്റേന്ന് ഫോൺ കോളുകളുടെ തിരക്കിലായിരുന്ന ജെറിയുടെ അരികിലെത്തി ഡൊറോത്തി തന്റെ തീരുമാനം അറിയിച്ചു. സ്വന്തം
ലാഭത്തിനായി ജെറി തന്നെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടെന്നും ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കണമെന്നും അവൾ പറഞ്ഞു. ജെറി വല്ലാതെ പരിഭ്രമിച്ചു പോയിരുന്നു. ഒക്കെ താൻ ശരിയാക്കാം എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തെങ്കിലും തങ്ങൾക്കിടയിൽ യഥാർത്ഥ പ്രണയമില്ലെന്ന് അവൾക്കുറപ്പായിരുന്നു. റേയുമായി ജെറിക്ക് സൗഹൃദം തുടരാമെന്നും എന്നാൽ ഭാര്യ എന്ന നിലയിൽ താൻ ഉണ്ടാകില്ലെന്നും അവൾ വ്യക്തമാക്കി. തന്റെ ഭാര്യയും റേയും തന്നെ വിട്ടുപോകുന്നു എന്ന തിരിച്ചറിവ് ജെറിയെ വല്ലാതെ തകർത്തു കളഞ്ഞു. ഒന്നും ചെയ്യാൻ കഴിയാതെ അദ്ദേഹം നിസ്സഹായനായി നിന്നു. ഡൊറോത്തി അദ്ദേഹത്തെ ചുംബിച്ച് അവിടെ നിന്നിറങ്ങിപ്പോയി. അന്ന് രാത്രി മുഴുവൻ റേയുടെ കട്ടിലിനരികിൽ നിന്ന് ജെറി പൊട്ടിക്കരഞ്ഞു. അടുത്ത ദിവസം രാവിലെ ജെറി വിമാനത്താവളത്തിലേക്ക് തിരിച്ചു. നേരെ സ്റ്റേഡിയത്തിലെത്തി. ഇതിനിടയിൽ ബോബ് ഷുഗർ റോഡിനരികിലെത്തി. ജെറിയെ വിടാനും തന്റെ കൂടെ കരാറിലെത്താനും വലിയൊരു വാഗ്ദാനം നൽകി. എന്നാൽ അതൊന്നും കേൾക്കുവാൻ റോഡ് തയ്യാറായതേയില്ല. കൃത്യസമയം ജെറി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ജെറി ഇടപെട്ട് ബോബിനെ അവിടെ നിന്ന് മാറ്റി. റോഡിനരികിൽ ജെറി സംസാരിച്ചു. തനിക്ക് അവനെ മിസ് ചെയ്യുന്നുണ്ടെന്നും അവൻ തന്റെ സുഹൃത്താണെന്നും ഇപ്പോൾ ജീവിതത്തിൽ തന്റെ കൂടെ ആകെയുള്ളത് റോഡ് മാത്രമാണെന്നും ജെറി പറഞ്ഞു. തന്റെ കളി കാണാൻ ജെറി എത്തിയതിന് റോഡ് അവനോട് നന്ദി അറിയിച്ചു. വൈകാതെ റോഡിന്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആ ഒരു മത്സരം ആരംഭിച്ചു. ജെറി സ്റ്റേഡിയത്തിലിരുന്നും റോഡിന്റെ കുടുംബം വീട്ടിലെ ടെലിവിഷനിലൂടെയും ആ കളി നോക്കിക്കണ്ടു. കളി പുരോഗമിക്കും തോറും റോഡിന് തുടർച്ചയായി പ്രഹരങ്ങളേറ്റു. ജെറിയും റോഡിന്റെ ഭാര്യയും വല്ലാതെ ഭയപ്പെട്ടു. മത്സരത്തിനിടയിൽ ഒരാൾ നൽകിയ പന്ത് റോഡ് കൈക്കലാക്കി. പക്ഷേ അവൻ നിലത്ത് വീണുപോയി. അവൻ അനങ്ങുന്നു പോലും ഉണ്ടായിരുന്നില്ല. സ്റ്റേഡിയം മുഴുവൻ പെട്ടെന്ന് നിശബ്ദമായി. റോഡ് അബോധാവസ്ഥയിലാണെന്ന് കണ്ട് ജെറി അവിടെ ഓടിച്ചെന്നു. കരഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ച റോഡിന്റെ ഭാര്യയെ ജെറി ആശ്വസിപ്പിച്ചു. വൈദ്യസംഘം അവനെ പരിശോധിക്കുന്നതിനിടയിൽ റോഡ് സാവധാനം ബോധം വീണ്ടെടുത്ത് എഴുന്നേറ്റ് നിന്നു. സ്റ്റേഡിയം മുഴുവൻ റോഡിന്റെ പേര് വിളിച്ചു കൂവി. തന്റെ പ്രിയ സുഹൃത്ത് സുരക്ഷിതനാണെന്ന് കണ്ട് ജെറി ആശ്വസിച്ചു. സന്തോഷം മടക്കാൻ കഴിയാതെ റോഡ് ആ മൈതാനത്ത് നൃത്തം ചെയ്തു. അന്നത്തെ കളിയിൽ പിന്നീട് റോഡ് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു. കളിക്ക് ശേഷം മാധ്യമങ്ങൾ റോഡിന് വളഞ്ഞു. എന്നാൽ അവൻ തന്റെ സുഹൃത്തായ ജെറിയെയാണ് ആ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത്. ഇടനാഴിയിൽ വെച്ച് അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. അവരുടെ ജീവിതത്തിലെ കഷ്ടതകൾ അവസാനിക്കാൻ പോകുന്നു എന്നിരുവർക്കും വ്യക്തമായി കഴിഞ്ഞിരുന്നു. മികച്ച പ്രകടനമാണ് റോഡ് അന്നത്തെ കളിയിൽ കാഴ്ചവെച്ചിരുന്നത്. പിന്നീട് റോഡ് മാധ്യമങ്ങൾക്കായി അഭിമുഖം നൽകാൻ നിന്നപ്പോൾ ജെറി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ജെറി നേരെ പോയത് ഡൊറോത്തിയുള്ള ഇടത്തേക്കായിരുന്നു. ഡൊറോത്തിയാകട്ടെ ലോറൽ നടത്തുന്ന ഒരു ഡിവോഴ്സി സപ്പോർട്ട് ഗ്രൂപ്പിൽ അപ്പോൾ പങ്കെടുക്കുകയാണ്. ഓരോ ലേഡീസും അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ടായിരുന്നു. തനിക്കിപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന മറ്റിൽ ഡൊറോത്തി പറഞ്ഞു നിൽക്കെ അങ്ങോട്ടേക്ക് ജെറി കയറി വന്നു. ജെറിയെ കണ്ടെല്ലാവരും ഞെട്ടിയിരുന്നു. ജെറി അവിടെ വെച്ച് ഡൊറോത്തി തനിക്ക് എത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചു. തന്റെ ബിസിനസ്സിൽ താൻ ആദ്യത്തെ വിജയം നേടിയെന്നും പക്ഷെ ഡൊറോത്തി കൂടെയില്ലാതെ താൻ അപൂർണനാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. നീയാണ് എന്നെ പൂർണ്ണനാക്കുന്നത് എന്ന് ജെറി പറഞ്ഞപ്പോൾ ഡൊറോത്തിയുടെ മനസ്സലിഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ കെട്ടിപ്പിടിച്ചു. അവർ ഒന്നുചേരുന്നതും അവരുടെ സന്തോഷവും കണ്ട് അവിടെ ഉണ്ടായിരുന്നവരുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. ഡൊറോത്തിയുടെ സഹോദരിയും അത് കണ്ട് സന്തോഷിച്ചിരുന്നു. വൈകാതെ റോഡിനെ ഒരു ഇന്റർവ്യൂവിലേക്ക് വിളിച്ചിരുന്നു. അപ് ക്ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായൊരു സ്പോർട്സ് ഇന്റർവ്യൂ. അവിടെ വെച്ച് റോഡിന്റെ പഴയകാല ജീവിതത്തെപ്പറ്റി ആ ഇന്റർവ്യൂവർ എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞ കൊല്ലങ്ങളിൽ റോഡും ഫാമിലിയും കടന്നുപോയ കഷ്ടപ്പാടുകളെ പറ്റിയുള്ള കാര്യങ്ങൾ. ആ സമയത്താണ് മറ്റൊരു വെളിപ്പെടുത്തലും ആ റിപ്പോർട്ടർ പറയുന്നത്. റോഡിന് 4 വർഷത്തേക്ക് $11.2 മില്യൺ ഒരു കരാർ ലഭിച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഒരു ടീമിന്റെ പക്കൽ നിന്നുള്ള വലിയൊരു ഓഫറാണ് അത്. ജെറിയാണ് റോഡിനു വേണ്ടി അത് തയ്യാറാക്കിയത്. റോഡിനത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അയാളുടെ കണ്ണുകൾ പോലും നിറഞ്ഞിരുന്നു. സന്തോഷത്തിൽ അയാൾ ആ അവതാരകനെ കെട്ടിപ്പിടിച്ചു. പിന്നാലെ ആ ഇന്റർവ്യൂവിൽ എല്ലാവരും കേൾക്ക പറഞ്ഞു, എന്റെ വിജയത്തിന് കാരണം ജെറി മഗ്വയർ ആണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ സമയത്ത് അദ്ദേഹം എന്റെ കൂടെയുണ്ടായിരുന്നു. അതിന് ജെറിയോട് ഞാനെന്നും ഏറ്റവും നന്ദിയുള്ളവനായിരിക്കും. ജെറിയുടെ കരിയറിലും അതൊരു വഴിത്തിരിവായിരുന്നു. ജെറിയെ തേടി കുറെ പ്രോ അത്ലറ്റുകൾ പിന്നാലെ എത്താൻ ആരംഭിച്ചു. ഒരു ദിവസം ജെറിയും ഡൊറോത്തിയും റേയും പാർക്കിലൂടെ നടക്കുകയായിരുന്നു. അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെറിഞ്ഞ പന്ത് റേയുടെ അരികിലേക്ക് എത്തി. റേ അതെടുത്ത് തിരികെ എറിഞ്ഞു. അത്രമേൽ ശക്തിയിലായിരുന്നു അവൻ ആ പന്ത് വലിച്ചെറിഞ്ഞത്. അത് കണ്ടതും ജെറി പറഞ്ഞു, എന്ത് ശക്തമായിട്ട് അവൻ എറിഞ്ഞത്, ഇവനൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആവാൻ പറ്റും. അങ്ങനെ റേയെ ബാസ്കറ്റ് പ്ലെയർ ആക്കാം എന്നുള്ള രീതിയിൽ ആ സ്വപ്നവും കണ്ട് സന്തോഷത്തോടെ ആ കുടുംബം മുമ്പോട്ട്
നടക്കുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുകയാണ്. ജെറി മക്വയർ എന്ന സ്പോർട്സ് ഏജന്റിന്റെ ജീവിതകഥയായിരുന്നു ഈ സിനിമയിലൂടെ പറഞ്ഞുപോയത്. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ചിത്രീകരിക്കപ്പെട്ട ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.